വേദവ്യാസകൃതമായ സ്കന്ദപുരാണത്തിൽ കോലാപുര മഹാത്മ്യം എന്ന ഘട്ടത്തിൽ ഈ കോലാപുരത്തിനെ കുറിച്ച്, കൊല്ലൂരിനെ കുറിച്ച് ഏറെ പ്രതിപാദിക്കുന്നുണ്ട്. ഉത്തമനായ മനു ജീവിച്ചിരുന്ന കാലം, അതായത് 3-ാം മന്വന്തരം. അപ്പോൾ ഈ പ്രദേശം അറിഞ്ഞിരുന്നത് മഹാരണ്യപുരം എന്നായിരുന്നു. മഹാരണ്യപുരം, അതിൽ നിന്ന് തന്നെ എത്ര ഘോരമായ വിഭിന്നമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പകൽ സമയത്ത് പോലും മനുഷ്യരാരും പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ, മനുഷ്യരുടെ പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ ഏറെ ശാന്തമായിരുന്ന ഈ പ്രദേശത്ത് കളകളാരവം പൊഴിച്ചുകൊണ്ട് സൗപർണിക ഒഴുകിയിരുന്നു. ഈ കാഴ്ചകളിൽ ആകൃഷ്ടനായാണ് കോലമഹർഷി ഇവിടെ എത്തിയത്. കോലമഹർഷി ഈ പൂവിന്റെ സൗന്ദര്യത്തിലും ശാന്തിയിലും ഏറ്റവും കൂടുതൽ സമാധാനം കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പ്രദേശമാണ് എന്ന് മനസ്സിലാക്കുകയും കോലമഹർഷി തന്റെ തപസ് ആരംഭിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പ്രദേശത്തിനുള്ളിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, ആരും കാണാതെ കിടന്നിരുന്ന ഒരു സ്വയംഭൂ ലിംഗത്തിനെ, ശിവലിംഗത്തിനെ പൂജിക്കുവാനും തുടങ്ങി കോലമഹർഷി. കോലമഹർഷിയുടെ കഥയും കോലാപുരത്തിന്റെ കഥയുമായി ഒട്ടേറെ ബന്ധമുണ്ട്. ആ ബന്ധം എന്നറിയുന്നതിന് മുൻപ് ഇപ്പോൾ गिरिवरविन्द्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्ब